ഹലോ നമസ്കാരം. നമ്മുടെ അലീനയുടെയും മനുവിൻ്റെയും വൈജയുടെയും ബാലചന്ദ്രൻ്റെയും ഒക്കെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്ന നെക്സ്റ്റ് വീക്കിൽ സംഭവിക്കാൻ പോകുന്ന സ്റ്റോറിയാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക. നാളെയും അതുപോലെ നെക്സ്റ്റ് വീക്ക് മൺഡേ ടു ഫ്രൈഡേ സാറ്റർഡേ വരെയൊക്കെയുള്ള സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അങ്ങനെ നമ്മുടെ ഗംഗാധരനും മാലതിയും കൂടിയിട്ട് ഇവരുടെ പ്രശ്നമൊക്കെ അറിഞ്ഞതിന് ശേഷം ഇങ്ങോട്ടേക്ക് വരികയാണ്. ബാലചന്ദ്രൻ ഹോസ്പിറ്റലിലാണല്ലോ. അപ്പം ബാലചന്ദ്രൻ ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞിട്ട് അപ്പോൾ അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്തണം, വൈജയുടെയും ബാലചന്ദ്രൻ്റെയും ജീവിതം പഴയതുപോലെ ആക്കി മാറ്റിയെടുക്കണം എന്നൊക്കെയുള്ളൊരു തീരുമാനത്തിലാണ് വരുന്നത്. വൈജയോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും അവളെ ഒന്ന് മയപ്പെടുത്തിയെടുക്കുകയും വേണം എന്നൊക്കെയുള്ള തീരുമാനത്തിലാണ് മാലതിയും ഗംഗാധരനും കൂടി വരുന്നത്. അങ്ങനെ വീട്ടിലേക്ക് എത്തുമ്പോൾ അലീനയെ കണ്ട് ഇവർക്ക് സംശയം തോന്നുകയാണ്. അപ്പോൾ അലീനയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അലീനയെ പറ്റിയിട്ടുള്ള കുറേ നിഗൂഢതകൾ ഉണ്ട് എന്ന് ഇവർ മനസ്സിലാക്കിയാണ്. മുത്തശ്ശിയോട് കൂടുതൽ കാര്യങ്ങൾ അലീനയെ പറ്റി ചോദിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ അതിനുശേഷം അവർ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. വൈജ അന്ന് വീട്ടിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ അവർ ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ വൈജ ആകെ കലി തുള്ളി നിൽക്കുകയാണ്. വൈജയ്ക്ക് ബാലചന്ദ്രനെ കാണാൻ സാധിക്കുന്നില്ല. ബാലചന്ദ്രൻ വൈജയെ കാണാൻ കൂട്ടാക്കുന്നില്ല. അതിൻ്റെ ഒരു പരാക്രമം വൈജ ഹോസ്പിറ്റലിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ മനു ആണ് വൈജയെ ഒന്ന് അടക്കി നിർത്താനായിട്ട് നോക്കുന്നത്. ആൻറ്റി ഇവിടെ കിടന്ന് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കേണ്ട, ആൻറ്റി ഒന്ന് ഒതുങ്ങ്, കാരണം ഇതൊരു ഹോസ്പിറ്റലാണ്, ഒരു പബ്ലിക് പ്ലേസ് ആണല്ലോ, നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ കാണിക്കേണ്ട കാര്യമില്ല. ആൻറ്റി ഇവിടെ വരുന്നുണ്ട്, ശരിയാണ്, അങ്കിളിന് ഇപ്പോൾ കാണാൻ താല്പര്യമില്ല എങ്കിൽ അങ്കിളിന് നമ്മൾ റെസ്റ്റ് കൊടുക്കുകയല്ലേ വേണ്ടത് എന്ന് പറയണം. അതായത് ബാലചന്ദ്രൻ മനുവിനോട് പറയുന്നുണ്ട്, എനിക്ക് ശരീരത്തിന് മാത്രം റെസ്റ്റ് കിട്ടിയാൽ പോരാ മനു, എനിക്ക് മനസ്സിന് കൂടി റെസ്റ്റ് വേണം. എൻ്റെ മനസ്സിന് റെസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ വൈജ എന്നെ കാണാൻ വരരുത് എന്ന് തന്നെ മനുവിനോട് പറയുന്നുണ്ട്. അതുകൊണ്ട് കൂടിയിട്ടാണ് മനു വൈജയോട് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അങ്ങനെ ഓരോ ദിവസം കൂടുന്തോറും പ്രശ്നങ്ങൾ കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്, വഷളായിക്കൊണ്ടിരിക്കുകയാണ് വൈജയ്ക്ക്. കാരണം ബാലചന്ദ്രനാണെങ്കിൽ വൈജയെ അങ്ങോട്ടേക്ക് അടുപ്പിക്കുന്നില്ല. മക്കൾ വരുമ്പോൾ കാണാൻ പറ്റുന്നു, മനുവിന് കാണാം, മറ്റാരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ കാണാം, പക്ഷേ വൈജയ്ക്ക് മാത്രം കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ അത് ഒക്കെ കൂടി ആയപ്പോൾ വൈജയ്ക്ക് ഇങ്ങനെ ഹാലിളകുന്നുണ്ട്. അപ്പോൾ വൈജ ഇങ്ങനെ തർക്കിച്ചുകൊണ്ട് നിൽക്കണം മനുവിൻ്റെ അടുത്ത്. ആ സമയത്താണ് ഗംഗാധരനും മാലതിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അവരോടും പറയുന്നുണ്ട്, ആര് വന്നാലും ബാലചന്ദ്രൻ കാണാൻ അനുവദിക്കുന്നു, പക്ഷേ എനിക്ക് മാത്രം കാണാൻ അനുവാദമില്ല, ഞാൻ എന്ത് ചെയ്തിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഗംഗേട്ട എന്നൊക്കെ പറയുമ്പോൾ ഗംഗാധരനും മാലതിയും ആകെ പകച്ചിങ്ങനെ നിൽക്കുകയാണ്. എന്തിപ്പോൾ അലീന വൈജയോട് ഇപ്പോൾ എന്ത് പറയും, എങ്ങനെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും എന്നൊന്നും അറിയാതെ ആകെ പ്രശ്നത്തിലാണ്. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, വൈജ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതൊരു ഹോസ്പിറ്റലല്ലേ, എന്താണെങ്കിലും ഇവിടെ കിടന്ന് ഇങ്ങനെ ബഹളം വെക്കുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കില്ലേ, എന്താണെങ്കിലും ബാലചന്ദ്രനെ നിന്നെ കാണാൻ താല്പര്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ കുറച്ച് സമയം കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കാം, അതെന്താണെന്നൊന്നും ഞങ്ങൾക്കറിയത്തില്ല, നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ, എന്താണെങ്കിലും അതൊക്കെ പറഞ്ഞു തീർക്കാനുള്ളൊരു സമയം കൊടുക്കുക, അതൊക്കെ ഒന്ന് മൈൻഡ് കൂളാവാനുള്ള സമയം കൊടുക്കുക, അതിനൊക്കെ ശേഷം നീ പോയി കണ്ടാൽ മതി, ഇപ്പം തന്നെ ഇങ്ങനെ ധൃതി പിടിക്കല്ലേ, ഇവിടെ നിന്ന് കണ്ടേ പറ്റൂ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, വീണ്ടും പ്രശ്നം വഷളാവത്തല്ലേ ഉള്ളൂ. ബാലചന്ദ്രൻ നിന്നെ കാണാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ നീ അയാൾക്ക് കുറച്ച് സമയം കൊടുക്കുക, അയാൾ വിളിക്കും നിന്നെ, അയാൾ പറയും നിന്നെ കാണണമെന്ന് പറയുന്ന സമയത്ത് പോയി കണ്ടാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ഗംഗേട്ടൻ ഇത് എന്തറിഞ്ഞിട്ടാണ് പറയുന്നത്, ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ലെന്നേ, ഞാൻ പറയുന്നത് എന്താ ആർക്കും ഒന്നും മനസ്സിലാവാത്തത്, ഞാനുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല, വീട്ടിലുണ്ടല്ലോ ഒരുത്തി, അവൾ വന്ന് കയറിയതിന് ശേഷമുള്ള പ്രശ്നങ്ങളാണ് വീട്ടിൽ, അല്ലാതെ വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല എന്ന് പറയുമ്പോൾ നീ എന്തായി പറയുന്നത്, വീട്ടിൽ ആര് വന്ന് കയറിയതിന് ശേഷം എന്ന് ചോദിക്കുകയാണ് മാലതി. മാലതിയേട്ടത്തി കണ്ടില്ലേ, വീട്ടിൽ ചെന്നില്ലേ, നിങ്ങൾ ചെന്നപ്പോൾ അവളെ കണ്ടില്ലേ, അവൾ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ഞാനാണ് ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നത് സാറിനെ എന്നൊക്കെ. ഞങ്ങളോട് അവളൊന്നും പറഞ്ഞില്ലല്ലോ, നീ അലീനയെ കുറിച്ചാണോ പറയുന്നത്? ആ അതെ അലീനെ, അപ്പോഴേക്ക് അവൾ നിങ്ങളെ കയ്യിലെടുത്തു എന്നൊക്കെ ചോദിക്കുകയാണ്. അവൾ ഞങ്ങളെ കയ്യിലും കാലിലും ഒന്നും എടുത്തില്ല, ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഡോറ് തുറന്നത് അലീനയാണ്, ഞങ്ങൾക്ക് ചായയും സ്നാക്സും ഒക്കെ തന്നത് അവളാണ്, മുത്തശ്ശി അമ്മയുമായി സംസാരിച്ച സമയത്താണ് അവളെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത്, പിന്നെ അവളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു, അവളുടെ വീടും കാര്യങ്ങളൊക്കെ. അവൾക്ക് വീടോ, അനാഥയായി ആരോ പിഴച്ചു പറ്റ അവൾക്ക് വീടോ? വൈജേ നീ ഒന്ന് പതുക്കെ പറ, നീ എന്തൊക്കെ ഈ പറയുന്നതെന്ന് ഗംഗാധരൻ ചോദിക്കുമ്പോൾ എന്താ ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ, അവൾക്ക് ഏത് വീട്, അവൾ ഏതോ ഒരു ഓർഫനേജിൽ ഇങ്ങനെ അനാഥയായിട്ട് വളർന്നവളല്ലേ എന്നൊക്കെ പറയുമ്പോൾ വൈജേ
നീ നിൻ്റെ നില മറന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ വൈജ ദേഷ്യപ്പെടുക കേട്ടോ. കിങ്ങേട്ടനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് പറയുമ്പോൾ എന്നെക്കൊണ്ട് നീ കൂടുതലൊന്നും പറയിപ്പിക്കേണ്ടത് ഒരു ഹോസ്പിറ്റലല്ലേ എന്നൊക്കെ പറഞ്ഞ് വൈജയോടും തർക്കിക്കുന്നുണ്ട്. അങ്ങനെ അവരും അതുപോലെ ബാലചന്ദ്രനെ കാണാനായിട്ട് ശ്രമിക്കുമ്പോൾ മനുവാണ് ചെന്ന് പറയുന്നത് കേട്ടോ. ബാലചന്ദ്രൻ്റെ അടുത്ത് ഇങ്ങനെ വല്യച്ഛനും ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് ആരെയും കാണണ്ട, ഞാൻ കാണാൻ സമ്മതിക്കത്തില്ല എന്ന് പറയണം, എനിക്ക് ആരെയും കാണാൻ താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതും കൂടെ ഇവിടെ വന്ന് പറയുന്നുണ്ട്. അപ്പോൾ വൈജയ്ക്ക് ആകെ ഹാലിളകുകയാണ്. അപ്പോൾ വൈജയ്ക്ക് മനസ്സിലാവാണ് വൈജയോടും വൈജയുടെ വീട്ടുകാരോടുമാണ് എല്ലാ പ്രോബ്ലംസും ഉള്ളത് എന്ന് മനസ്സിലാവാണ്. എൻ്റെ ഏട്ടൻ വന്നിട്ട് കാണാൻ അനുവദിക്കുന്നില്ല എന്നോ എന്നൊക്കെ പറഞ്ഞ് വൈജ അവിടെ കിടന്ന് കലി തുള്ളുമ്പോൾ സാരമില്ല, ബാലചന്ദ്രനെ ഞങ്ങളെ കാണാൻ താല്പര്യമില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഞങ്ങൾ ഏതായാലും ഇന്ന് തിരിച്ചു പോകാനൊന്നും നിൽക്കുന്നില്ല, ഞങ്ങൾ കൊല്ലപ്പള്ളിയിൽ ഉണ്ടാകും, ഞങ്ങൾ അങ്ങോട്ടേക്ക് പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് ഗംഗാധരനും മാലതിയും കൊല്ലപ്പള്ളിയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂടി കേട്ടിട്ട് വൈജയ്ക്കും ഭയങ്കര സങ്കടമാവുന്നുണ്ട്. വൈജ പിന്നീട് കരഞ്ഞുകൊണ്ടൊക്കെയാണ് അവിടുന്ന് പോകുന്നത്. കാരണം ബാലചന്ദ്രൻ്റെ മനസ്സിൽ എന്താണെന്നുള്ള വൈജയ്ക്ക് അറിയത്തില്ലല്ലോ. എന്തൊക്കെയാണെങ്കിലും വൈജയുടെ ചാട്ടം ഒക്കെ കൂടുതലാണെങ്കിലും ശരിക്കും ഒരുപാടൊന്നും നമുക്ക് എക്സ്ട്രീമായിട്ട് വെറുക്കാൻ പറ്റത്തില്ല വൈജയെ. കാരണം എന്തൊക്കെയോ എവിടേക്കോ ഒരു ശരി അവളുടെ ഉള്ളിൽ മറിഞ്ഞു കിടക്കുന്നത് പോലെയാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. പക്ഷെ തെറ്റാണ്, ചെയ്ത കാര്യങ്ങളൊക്കെ തെറ്റാണ്. പക്ഷെ അതിൽ നിന്നും അവളെ കൂടുതലും പ്രലോഭിപ്പിച്ച് അവളിങ്ങനെ മനസ്സ് മാറ്റിയെടുത്ത് അവളുടെ ലൈഫ് തന്നെ ഇങ്ങനെ ആക്കി മാറ്റിയത് ശരിക്കും പറഞ്ഞാൽ വീട്ടുകാരാണ്. അപ്പോൾ വീട്ടുകാരുടെ ഒരു ഫോഴ്സാണ് അവളുടെ ലൈഫ് ഇങ്ങനെ ആയി തീർന്നത് എന്നുള്ള ഒരു ചിന്തയിൽ നിന്നൊക്കെയാണ് അവൾ ആകെ ഇങ്ങനെ ഒന്നിനോടും ഒരു താല്പര്യമില്ലാതെയും എല്ലാത്തിനോടും എതിർത്തൊക്കെ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്താണെങ്കിലും അതിൽപ്പെട്ട് ജീവിതം ഇല്ലാതായി പോയത് ബാലചന്ദ്രൻ്റെയും അലീനയുടേതും ആണ് എന്ന് മാത്രം. അലീനയുടെ ലൈഫ് അങ്ങനെ ആയി പോകാൻ കാരണം വൈജയുടെ വീട്ടുകാർ തന്നെയാണ്. അപ്പോൾ എന്താണെങ്കിലും അതിൽ നിന്നൊക്കെ വിട്ട് നമുക്ക് സ്റ്റോറിയിലേക്ക് വരാം. അങ്ങനെ പിന്നീട് നമ്മുടെ ബബിത ബാലചന്ദ്രനെ കാണാൻ വരുന്നുണ്ട് കേട്ടോ. അന്നത്തെ ദിവസം ബബിത എന്തായാലും വരുന്നില്ല, പിറ്റേ ദിവസമാണ് ബബിത വരുന്നത്. അപ്പോൾ ബബിതയും തന്നെ ഇതുപോലെ മനുവാണ് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ രോഹിത് ആണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വരുന്നില്ല കേട്ടോ. രോഹിത്തിന് ബാലചന്ദ്രനെ ഫേസ് ചെയ്യാൻ ഭയങ്കര മടിയാണ്, അതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നില്ല. ബബിത ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഓ അച്ഛൻ്റെ മോള് ഇപ്പോഴെങ്കിലും ഒന്ന് വന്നല്ലോ, ഭയങ്കര സന്തോഷമായി എന്ന് പറയുമ്പോൾ അത് അച്ഛൻ ഞാൻ പിന്നെ എന്നൊക്കെ പറഞ്ഞ് നീ എന്താ ഇന്നലെ കോളേജിൽ പോവാഞ്ഞത്, നീ കോളേജിൽ പോവാതെ ക്ലാസ് കട്ട് ചെയ്തു എന്ന് കേട്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. അത് അച്ഛനോട് ആര് പറഞ്ഞു, പറഞ്ഞത് ആരും ആവട്ടെ എന്ന് പറയുമ്പോൾ ഓ അവൾ വിളിച്ച് പറഞ്ഞു അച്ഛനോട്, എവളെന്ന് ചോദിക്കുകയാണ്. അലീന എന്നെ വിളിക്കാറുമില്ല, അലീന എന്നെ കാണാൻ വരാറില്ല, പിന്നെ ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നല്ലേ, ഞാൻ എല്ലാം അറിയും, എൻ്റെ മക്കളുടെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞല്ലേ പറ്റുള്ളൂ, നിങ്ങളുടെ അമ്മയ്ക്ക് ഏതായാലും അതിനൊന്നും നോക്കാൻ സമയമില്ല താല്പര്യമില്ല, ഞാനെങ്കിലും അന്വേഷിക്കേണ്ടേ എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. അങ്ങനെ ബാലചന്ദ്രൻ ചോദിക്കുമ്പം അച്ഛ ഒന്നുമില്ല, ഞാൻ പ്രത്യേകിച്ചൊന്നുമില്ല, എനിക്ക് അത്ര വയ്യായിരുന്നു, എനിക്ക് നല്ല സുഖം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടൊക്കെ ഞാൻ സ്കൂളിൽ പോവാഞ്ഞത്, കോളേജിൽ പോവാഞ്ഞത് എന്ന് പറയണം. നിൻ്റെ ഫോണും തന്നെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോണൊക്കെ വാങ്ങിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫോണിലാണെങ്കിൽ അതിൽ അമലിൻ്റെ പേരും അങ്ങനെയൊക്കെ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാരാണ് അമൽ എന്ന് ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടാണ് അച്ഛാ, നീ എന്തിനാ അവനെ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ടല്ലോ ഈ ഇതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് ചോദിക്കുമ്പോൾ അത് വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ പഠിക്കേണ്ട കാര്യങ്ങൾ കുറച്ച് ഡിസ്കസ് ചെയ്യാനൊക്കെ വിളിച്ചതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നുണ്ട്. അപ്പോൾ മനുവാണ് ഈ കാര്യങ്ങളൊക്കെ ബാലചന്ദ്രനെ അറിയിച്ചത്. മനുവിൻ്റെ അടുത്ത് അലീന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനുവാണ് ബാലചന്ദ്രനെ അറിയിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താണെങ്കിലും ബബിതയെ ഒന്ന് ശരിയാക്കിയെടുക്കണം. ബബിതയെ കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ബാലചന്ദ്രൻ. പക്ഷേ ബബിതയുടെ ചെവിയിൽ അതൊന്നും കയറുന്നില്ല കേട്ടോ. ബബിത ഇങ്ങനെ അച്ഛനിപ്പോൾ ഉപദേശിക്കാൻ വന്നേക്കുന്നു എന്നുള്ള രീതിയിൽ നെവർ മൈൻഡിൽ ഇങ്ങനെ എടുക്കുകയാണ്. പിന്നീട് ബബിത അവിടെ നിൽക്കാതെ വീട്ടിലേക്ക് തന്നെ പോകുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രിയിലാണെങ്കിൽ വൈജയോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ. ബബിത ഇങ്ങനെ പോയതും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അലീന പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് മനുവാണ് വൈജയോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ബബിതയുടെ ഒരു ഫ്രണ്ട് വീട്ടിൽ വന്നിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് മനുവാണ്. ആൻറ്റി ബബിതയെ നല്ലോണം ശ്രദ്ധിക്കണം, അവളുടെ പോക്ക് ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ ഇതാരാ നിന്നോട് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞത് ആരും ആയിക്കോട്ടെ, ഞാൻ ഉണ്ടായ സംഭവമാണ് പറയുന്നത് എന്ന് പറയണം. എനിക്ക് മനസ്സിലായി, അവളായിരിക്കുമല്ലേ പറഞ്ഞത്, എന്നിട്ട് അവൾ എന്നോട് ഒരു വാക്ക് പറഞ്ഞില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് എന്ന് പറയുമ്പോൾ ആൻറ്റിയോട് എങ്ങനെ പറയും, ആൻറ്റിയുടെ മോൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആൻറ്റി എങ്ങനെയാണ് അലീനയോട് പ്രതികരിച്ചത്, അപ്പോൾ പിന്നെ ആൻറ്റിയോട് പിന്നെ അലീന എന്ത് പറയണമെന്നാണ് ആൻറ്റി പറയുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് മനു. അങ്ങനെ പിന്നീട് വൈജയന്തി
പിറ്റേ ദിവസമാണ് വൈജയന്തി ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് അലീനയെ ചോദ്യം ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താ അവിടെ കഴിഞ്ഞ ദിവസം ഉണ്ടായത്, ബബിത കോളേജിൽ പോയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മാഡം, ബബിത കോളേജിൽ പോയില്ല എന്ന് പറയട്ടോ. കോളേജിൽ പോവാതെ അവൾ ഇവിടെ എന്ത് ചെയ്യായിരുന്നു ചോദിക്കുകയാണ്. അവളുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഏതോ ഒരു ബോയ്, ഒരു ആൺകുട്ടിയാണ് വന്നിട്ടുണ്ടായിരുന്നത് എന്ന് പറയണം. എന്നിട്ട് നീ എന്താ ഇത് എന്നോട് പറയാഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ എങ്ങനെ മാഡത്തിനോട് പറയും, ഞാൻ മാഡത്തിനോട് പറയുമ്പോൾ ഞാൻ അത് വളച്ചു കെട്ടി ഉണ്ടാക്കി പറയുകയാണെന്നല്ലേ മാഡം പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മാഡത്തോട് സൂചിപ്പിക്കാഞ്ഞത് എന്ന് അലീന പറയാട്ടോ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എന്നാലും നിനക്ക് എന്നോടൊന്ന് സൂചിപ്പിക്കായിരുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറയട്ടോ. ഞാൻ ഒരു തവണ മാഡത്തിൻ്റെ മകൻ്റെ കാര്യം സൂചിപ്പിച്ചപ്പോൾ തന്നെ എനിക്ക് ഉണ്ടായ അനുഭവം എന്താണെന്ന് എനിക്കറിയാം. അതിനുശേഷം എനിക്ക് എന്താ സംഭവിച്ചതെന്ന് മാഡത്തിന് തന്നെ അറിയാലോ. ഞാൻ എങ്ങനെയാണ് ഹോസ്പിറ്റലിലായതെന്നും എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്നും മാഡത്തിന് അറിയാലോ എന്നൊക്കെ പറഞ്ഞ് അലീന അവിടെ നിന്ന് കിച്ചണിലേക്ക് തന്നെ പോവാട്ടോ. അപ്പോൾ കിച്ചണിലേക്ക് പോകുന്ന സമയത്ത് വൈജയന്തി പുറകെ വന്നിട്ട് വീണ്ടും ഒച്ചെടുത്തുകൊണ്ട് സംസാരിക്കുകയാണ്. അന്ന് സംഭവിച്ചത് ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിച്ചിട്ടൊന്നുമില്ല. നിൻ്റെ കയ്യിലിരിപ്പോണ്ട് തന്നെയാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. ആരോ പഴച്ച് എവിടെയോ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞ് അനാഥാലയത്തിൽ വളർന്ന നിൻ്റെ ആ കൾച്ചർ കൊണ്ടാണ് നിനക്ക് അങ്ങനെ സംഭവിച്ചത്. ഇവിടെ എത്രയോ ജോലിക്കാർ നിന്നിട്ടുണ്ട്, അവരുടെ നേരെയൊന്നും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും നിൻ്റെ ഒരു സ്വഭാവദൂഷ്യം കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ നിന്നെ പഴച്ച് പറ്റ നിന്റെ തള്ളയുണ്ടല്ലോ, അവരുടെ സ്വഭാവദൂഷ്യം കൊണ്ട് തന്നെയാണ് നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറയുമ്പോൾ അലീനയ്ക്ക് ഭയങ്കരമായിട്ട് ഹാലിളക കേട്ടോ. ഇത്രയും നാൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നല്ലേ എൻ്റെ തള്ള എന്നെ പഴച്ച് പറ്റതാണെന്ന്, എൻ്റെ തള്ള എന്നെ പഴച്ച് പറ്റത് തന്നെയാണ് എന്ന് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് സംസാരിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് എന്നെ വളർത്തിയ എൻ്റെ അമ്മയെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ വളർന്ന സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ, അത് കേട്ടോണ്ട് ഞാൻ നിൽക്കില്ല. എൻ്റെ തള്ള എന്നെ പഴച്ച് പറ്റത് തന്നെ സ്വന്തം അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് തന്നെയാണ് പറയുന്നത്. കാരണം അത്രയും എക്സ്ട്രീം ആയിട്ടുണ്ട് വൈജയുടെ ഭാഗത്തു നിന്നുള്ള ഹരാസ്മെൻറ്റ്. അപ്പം അതിൽ നിന്ന് ഇനിയും ഒരുപാട് ഇങ്ങനെ മിണ്ടാതിരിക്കും. അപ്പോൾ നമ്മുടെ അലീനയുടെ എല്ലാ കൺട്രോളും വിട്ടു പോവുകയാണ്. വൈജയോട് കൈ ചൂണ്ടിക്കൊണ്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. നിങ്ങളെപ്പോലെ ഒരു തള്ള തന്നെയാണ് എന്നെയും പഴച്ച് പ്രസവിച്ചത് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഷോക്കായി പോവുക കേട്ടോ വൈജയന്തി. എന്താടി പറഞ്ഞത്, ഞാൻ പഴച്ച് പ്രസവിച്ചു എന്ന് ചോദിക്കാൻ. അതെ, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളതെന്നുള്ളത് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് മതി മറ്റുള്ളവരുടെ മേലെ കുതിര കയറാൻ എന്നൊക്കെ പറഞ്ഞ് അലീന നന്നായിട്ട് വൈജയോട് സംസാരിക്കുന്നുണ്ട്. വിരൽ ചൂണ്ടിക്കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. നിങ്ങളെപ്പോലെ ഒരു തള്ള തന്നെയാണ് എന്നെയും പഴച്ച് പ്രസവിച്ചത്. അപ്പോൾ ആ തള്ളയുടെ എന്തായാലും ഗുണമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം എന്നെ വളർത്തിയത് അത്രയും നല്ല ഒരു അമ്മയാണ്. എന്നെ പഴച്ച് പ്രസവിച്ച തള്ളയുടെ ഗുണമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എന്നെ ബ്രിജിത്താമ്മയാണ് വളർത്തിയത്. ആ മമ്മിയുടെ സ്നേഹവും പരിചരണവും കരുണയും നന്മയും എല്ലാം ഞങ്ങൾക്ക് പകർന്നു തന്നിട്ടാണ് ഞങ്ങളുടെ മമ്മി പോയത്. അതുകൊണ്ട് എന്നെ പെറ്റ തള്ളയുടെ സ്വഭാവം മഹിമയൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരണ്ട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ട് തന്നെ അലീന അവിടെ നിന്നും പോകുന്നുണ്ട്. നേരെ മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലണം. അപ്പോൾ അലീന പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് വൈജയന്തിയൊക്കെ ഷോക്കാവുകയാണ്. ഇവളെന്തായിരിക്കും ഉദ്ദേശിച്ചത്? കഴിഞ്ഞ ദിവസമാണെങ്കിൽ പഴച്ച് പ്രസവിക്കുന്നത് സംസ്കാരമില്ലായ്മയാണ് എന്ന് പറഞ്ഞത്. എന്താ നീ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ അത് നിങ്ങൾ സ്വന്തമായിട്ട് ആലോചിച്ച് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അലീന പോകുന്നതിൻ്റെ മുന്നേ തന്നെ അലീനയോട് ചോദിക്കുന്നുണ്ട്, നീ കുറേ ദിവസമായല്ലോ ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട്, നീ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, നീ എന്നെപ്പറ്റി എന്ത് മനസ്സിലാക്കിയിട്ടാന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെപ്പറ്റി എല്ലാം മനസ്സിലാക്കി തന്നെയാണ് ഞാൻ പറയുന്നത് എന്ന് അലീന പറയുന്നുണ്ട് കേട്ടോ. എന്തറിയാമെന്നാണ് നീ പറയുന്നത്, എനിക്ക് എന്താടി അറിയാവുന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് എല്ലാം അറിയാം എന്ന് അലീന പറയണം. അത് കേട്ടിട്ടാണ് വൈജ ആകെ ഷോക്കാവുന്നത്. എന്താണെങ്കിലും നിൻ്റെ തള്ള നിന്നെ പഴച്ച് പറ്റതുപോലെയൊന്നും അല്ല, ആ സംസ്കാരമൊന്നും അല്ല എനിക്ക് എന്ന് പറയുമ്പോൾ എൻ്റെ തള്ള എന്നെ പഴച്ച് പറ്റതാണെന്ന് ഞാൻ സമ്മതിച്ചു. പക്ഷേ എനിക്ക് കിട്ടിയേക്കുന്ന സംസ്കാരം എൻ്റെ പഴച്ചു പറ്റ തള്ളേണ്ടതല്ല, എന്നെ വളർത്തിയ അമ്മയുടേതാണ്. ആ അമ്മയുടെ നന്മയും സ്നേഹവും പരിചരണവും ഒക്കെ കൊണ്ടാണ് ഞങ്ങൾ വളർന്നത്. ആ ഒരു ഇത് ഞങ്ങൾക്ക് തന്നിട്ടാണ് അമ്മ പോയത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അലീന അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ അലീനയുടെ ഈ സംസാരം കേട്ടപ്പോൾ വൈജ ആകെ ഷോക്കായി പോവാണ്. എന്തൊക്കെയാണ് ഇവള് പറയുന്നത് എന്നിങ്ങനെ ചിന്തിച്ച് പോവാണ്. അപ്പം അവളുടെ വാക്കുകൾ ഒരു കൊള്ളിയാൻ പോലെ ഇങ്ങനെ ഇടിമിന്നൽ പോലെ, ഒരു മിന്നൽ പോലെ തൻ്റെ നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് പോലെ ഒരു ഫീല് തോന്നുകയാണ് വൈജയ്ക്ക്. ഇവൾക്ക് എന്തൊക്കെയോ അറിയാം എന്ന് കൂടുതലും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് വൈജ. അപ്പം എന്താണെങ്കിലും ഇത്രയൊക്കെ തന്നോട് എതിർത്ത് സംസാരിക്കുമ്പോൾ ഇനി ഒരിക്കലും ഇവളെ വെച്ച് പൊറിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ, എത്രയും പെട്ടെന്ന് പറഞ്ഞയക്കണം എന്നുള്ള തീരുമാനത്തിൽ തന്നെ എത്തുകയാണ് വൈജ കേട്ടോ. അങ്ങനെ മുത്തശ്ശിയുടെ റൂമിലേക്ക് അലീന ചെല്ലുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മോളെ, എന്താ നിനക്ക്, ഇന്നും അവളോ
പോയിട്ട് വഴക്കുണ്ടാക്കുകയും ചോദിക്കുമ്പോൾ മുത്തശ്ശിയുടെ മോൾക്ക് എന്നോട് വഴക്കുണ്ടാക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ എന്താ കുഴപ്പം? ഇപ്പോൾ ബബിതയുടെ കൂട്ടുകാരൻ ഇവിടെ വന്നത് ഞാൻ മാഡത്തിനോട് പറഞ്ഞില്ല, അതാണ് പ്രശ്നം എന്ന് പറയണം. മുത്തശ്ശിക്ക് അറിയാലോ, ഞാൻ അന്നേരം തന്നെ പറയാനായിട്ട് വിളിച്ചപ്പോൾ ഫോൺ കിട്ടാഞ്ഞതല്ലേ എന്ന് പറയണം. അത് നീ പറഞ്ഞില്ലേ, എന്ത് പറഞ്ഞാലൊന്നും മുത്തശ്ശിയുടെ മോൾക്ക് തലയിൽ കയറില്ല. അതിലാകെ എന്നോടുള്ള വെറുപ്പും ദേഷ്യമൊക്കെ ഭ്രാന്തമായിട്ട് നിറഞ്ഞിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് ഞാൻ പറയുന്ന എന്തെങ്കിലും കാര്യം ആ തലയിലേക്ക് കയറോ എന്ന് ചോദിക്കുകയാണ് അലീനേട്ടാ. ശരിയാണ്, അവൾ എവിടെ ചെന്ന് അവസാനിക്കും? ഇങ്ങനെ പോവുകയാണെങ്കിൽ അവളുടെ ലൈഫ് എവിടെ ചെന്ന് അവസാനിക്കും? ആ മക്കളുടെ ലൈഫ് എവിടെ ചെന്ന് അവസാനിക്കും? എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട്. അപ്പോൾ അലീനയും പറയുന്നത് അത് തന്നെയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബബിത മിക്കവാറും നശിച്ചു പോകും മുത്തശ്ശി. ബബിതയെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവളുടെ ലൈഫ് തന്നെ ഇല്ലാതായി പോകും. രോഹിത്തിനെ എങ്ങനെയെങ്കിലും അവൻ്റെ സ്വഭാവത്തിൽ നിന്നൊന്ന് മാറ്റിയെടുക്കണം. ആകെയുള്ളൊരു ഇത് കൃഷ്ണമോളാണ്. അവൾക്ക് ഏതാണെങ്കിലും അമ്മയുടെ സ്വഭാവം, അമ്മയുടെ പെരുമാറ്റം ഒന്നും കിട്ടിയിട്ടില്ല. അതിന് സാറുടെ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് കൃഷ്ണമോൾക്കും. അവൾ മാത്രമാണ് അച്ഛൻ്റെ വഴിയെ പോയിട്ട് ഒരു നന്നായിട്ട് ഇരിക്കുന്നുള്ളൂ. പക്ഷേ രോഹിത്തും ബബിതയും അങ്ങനെയല്ല. എനിക്ക് അവരെ ഒന്ന് നന്നാക്കി എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് മുത്തശ്ശി. എൻ്റെ സ്വന്തം കൂടപ്പിറപ്പുകളല്ലേ എന്നിങ്ങനെ പറയട്ടോ. നീ എന്താ പറഞ്ഞത്? നിൻ്റെ കൂടപ്പിറപ്പുകളോ? അത് മുത്തശ്ശി, ഞാൻ അവരെ അങ്ങനെയാണ് കാണുന്നത്. എൻ്റെ സ്വന്തം കൂടപ്പിറപ്പുകളായിട്ടാണ് കാണുന്നത്. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നിൻ്റെ ഈ മനസ്സ് മറ്റാർക്കും ഉണ്ടാവില്ല മോളെ. നീ അവരൊക്കെ നശിച്ചു പോകുന്നത് കണ്ടിട്ട് നിൻ്റെ മനസ്സ് പിടയ്ക്കുന്നുണ്ടല്ലോ, അത് നിനക്ക് മാത്രമേ ഉള്ളൂ. ആ സ്വന്തം അവരുടെ അമ്മയ്ക്ക് പോലും അങ്ങനെ ഒരു ചിന്തയില്ല എന്നൊക്കെ പറയാണ് മുത്തശ്ശി. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം അന്ന് തന്നെ വൈജ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന സമയത്ത് അപ്പം ബാലചന്ദ്രനെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവാമെന്നൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഡിസ്ചാർജ് ആവാം എന്നൊക്കെ ആയപ്പം ആ സമയത്തും വൈജയെ റൂമിലേക്ക് കയറ്റുന്നില്ല. വൈജ ഇടിച്ച് കയറി റൂമിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇടിച്ച് കയറി ചെല്ലുകയാണ് റൂമിലേക്ക്. ബാലചന്ദ്രനോട് സംസാരിക്കാനായിട്ട് വൈജയെ കണ്ടതും ബാലചന്ദ്രൻ്റെ വൈജയുടെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല കേട്ടോ. ഭയങ്കര ദേഷ്യത്തിലാണ് ബാലചന്ദ്രൻ്റെ. ഭയങ്കര ദേഷ്യം, എന്തൊക്കെയോ പ്രശ്നങ്ങളും ഇങ്ങനെ തുടങ്ങുകയാണ്. ആ സമയത്താണ് മനു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ മനുവാണ് ബില്ലിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാനായിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ സിസ്റ്റർമാർ ബില്ല് കൊടുത്തിട്ടുണ്ടായിരുന്നു മനുവിൻ്റെ അടുത്ത്. അപ്പോൾ അതുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ബാലചന്ദ്രനാണെങ്കിൽ വൈജ എങ്ങനെയെങ്കിലും ഇവിടുന്ന് റൂമൊന്നും ഒഴിവാക്കണം മനുവിനോട് പറയുന്നുണ്ട്. മനു പോകാൻ പറ, എനിക്ക് തൽക്കാലം ആരോട് സംസാരിക്കാൻ താല്പര്യമില്ല, ഇപ്പോൾ റൂമിൽ നിന്ന് പോകാൻ പറ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അത് കേട്ടപ്പോൾ വൈജയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്തിട്ട് ബാലചന്ദ്രൻ എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്? ഞാനാണോ ബാലചന്ദ്രൻ അറ്റാക്ക് വരാൻ കാരണം? ഞാൻ കാരണമാണോ ബാലചന്ദ്രൻ വീട്ടിൽ നിന്ന് എവിടെയോ പോയി 2 ദിവസം മറഞ്ഞ് താമസിച്ചത്, അജ്ഞാതവാസം അനുഷ്ഠിച്ചത് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ്. അപ്പോഴും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മനു ഞാനിപ്പോൾ ലൈഫിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്, അത് വീണ്ടും ഇല്ലാതാക്കരുതെന്ന് പറ, റൂമിൽ നിന്ന് ഇറങ്ങി പോവാൻ പറ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആൻറ്റി പ്ലീസ്, ആൻറ്റി ഒന്ന് സംസാരിക്കാതിരിക്കും, ഞാൻ പറഞ്ഞോളാം, ഞാൻ സംസാരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ വന്നിട്ട് പരിശോധിച്ചിട്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒരുപാട് സ്ട്രെസ്സ് കൊടുക്കരുത്, സ്ട്രെയിൻ എടുക്കരുത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ടെൻഷൻ കൊടുക്കരുത്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മനു പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് ടെൻഷൻ വരണ്ട എന്നുണ്ടെങ്കിൽ, എനിക്ക് ഒരുപാട് സ്ട്രെസ് ഒന്നും വരണ്ട എന്നുണ്ടെങ്കിൽ ഇവൾ എൻ്റെ മുന്നിൽ വരാതിരുന്നാൽ മാത്രം മതി, എനിക്ക് അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അപ്പോഴും വൈജ ഇങ്ങനെ ഇടയ്ക്ക് കയറി സംസാരിക്കാനായിട്ട് നിൽക്കുകയാണ്. ആൻറ്റി പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് മനു തടയുന്നുണ്ട് കേട്ടോ. അപ്പം മനു പറയുന്നുണ്ട്, അങ്കിള് ബില്ല് റെഡി ആയിട്ടുണ്ട്, നമുക്ക് ബില്ല് പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ചാർജ് ആയിട്ടുണ്ട്, അപ്പം ബില്ല് പേ ചെയ്താലേ ബാക്കി പ്രൊസീജിയേഴ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അങ്ങനെ ബില്ല് ഇങ്ങനെ നീട്ടുമ്പം അതിങ്ങ് താ മനു എന്ന് പറഞ്ഞുകൊണ്ട് വൈച്ചത് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ പോയി ബില്ലടയ്ക്കാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ബാലചന്ദ്രൻ ആ ബില്ല് മനുവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയാണ്. ഇത് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് എനിക്ക് വന്ന ചിലവാണ്, ഇതിൻ്റെ ബില്ല് ഞാൻ തന്നെ അടച്ചോളാം, വേറെ ആരും ഇതിൽ ഇടപെടണ്ട എന്ന് പറയുമ്പോൾ വൈജയ്ക്ക് ഒരു ദേഷ്യം വരട്ടെ. അതെന്താ ബില്ല് ഞാൻ അടച്ചാലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്കത് താല്പര്യമില്ല, ഞാനല്ലേ ഹോസ്പിറ്റലിൽ കിടന്നത്, എൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ചിലവായ ബില്ലല്ലേ, അത് ഞാൻ തന്നെ അടച്ചോളാം, അതിൽ വേറെ ആരുടെയും കാശ് ചേർക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, ഇത്രയും നാളും നീ അധ്വാനിച്ച കാശ് കൊണ്ടൊന്നും ഞാൻ ജീവിച്ചിട്ടില്ലല്ലോ, ഒരു കാര്യത്തിനും ആ കാശ് വീട്ടിൽ പോലും ചിലവാക്കിയിട്ടില്ല, വീട്ടിലെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ്, മക്കളുടെ കാര്യങ്ങളും ഒക്കെ ഞാൻ തന്നെയാണ് നോക്കിയത്, ഇനിയിപ്പോൾ ഇതിൻ്റെ ബില്ല് നീ അടിച്ച് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനൊന്നും നോക്കണ്ട, എൻ്റെ അസുഖവും എനിക്ക് വന്ന അസുഖത്തിൻ്റെ ബില്ല് ഞാൻ തന്നെ അടച്ചോളാം എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് മനുവിൻ്റെ കയ്യിൽ നിന്ന് ബാലചന്ദ്രൻ അത് വാങ്ങിക്കുകയാണ്. ഞാൻ നന്നായിരിക്കണം, ഞാൻ ജീവിച്ചിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവളോട് ഇറങ്ങി പോകാൻ പറ മനു എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് വൈജയോട് ഇങ്ങനെ പറയാട്ടോ.
അപ്പോൾ വൈജയ്ക്കാണെങ്കിൽ ഇതെല്ലാം കൂടി കേട്ടിട്ട് കല്ല് ഇങ്ങോട്ട് കയറുകയാണ്. വൈജ അങ്ങനെ പെട്ടെന്ന് പിന്നെ അവിടെ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഇറങ്ങിപ്പോകുന്ന പോക്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ് ബാലചന്ദ്രൻ നിൽക്കുന്നത്. മനു പറയുന്നുണ്ട്, എന്താ അങ്കിൾ ഇതൊക്കെ, ഇത്രയൊക്കെ വേണമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഇതിലപ്പുറം വേണമായിരുന്നു മനു, ഞാൻ ഇത്രയെങ്കിലും ഒതുക്കിയത് എൻ്റെ ഒരു നല്ല മനസ്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ ഡിസ്ചാർജ് ചെയ്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ സാധാരണ അവർ താഴത്തെ റൂമിലാണല്ലോ കിടക്കുന്നത്. ബാലചന്ദ്രനും വൈജയന്തിയും കൂടെ താഴത്തെ റൂമിലാണ് കിടക്കുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് മുകളിലെ റൂമിൽ കിടന്നാൽ മതി, ഞാൻ ഇനി മുകളിലാണ് താമസിക്കാൻ പോകുന്നത് എന്ന് പറയട്ടോ. അത് കേട്ടപ്പോൾ വൈജയ് ആകെ ഷോക്ക് വന്നിട്ട് അപ്പോൾ ബാലചന്ദ്രൻ നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ അലീനയെ കാണുന്നുണ്ട്. അലീനയെ കാണുമ്പോൾ ബാലചന്ദ്രൻ അലീനയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് കേട്ടോ. അലീന ഇങ്ങനെ ബാലചന്ദ്രനെ നോക്കി സാറെന്ന് വിളിച്ച് ചിരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ്റെ മുഖത്ത് ഭയങ്കര ഗൗരവമാണ്. ബാലചന്ദ്രൻ കൂടുതലൊന്നും സംസാരിക്കുന്നൊന്നുമില്ല. അങ്ങനെ അകത്തേക്ക് കയറുന്ന സമയത്താണ് ബാലചന്ദ്രൻ പറയുന്നത്, താഴത്തെ റൂമിലോട്ട് പോകാനായിട്ട് വൈജ പെട്ടെന്ന് റൂമൊക്കെ പോയി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പോകേണ്ട മനു, എനിക്ക് മുകളിലേക്ക് പോയാൽ മതി എന്ന് പറയാട്ടോ. അപ്പോൾ അലീനയെയും വിളിക്കുന്നുണ്ട്, അലീന എന്നെ മുകളിലെ റൂമിലേക്ക് കൊണ്ടുപോകണം, എനിക്ക് അവിടെ താമസിച്ചാൽ മതി, ആ റൂം ഒന്ന് സെറ്റാക്കണം എന്ന് പറയാണ്. അപ്പോൾ അലീന പെട്ടെന്ന് ശരി സാർ എന്ന് പറഞ്ഞുകൊണ്ട് അലീന പെട്ടെന്ന് പോയിട്ട് മുകളിൽ റൂമൊക്കെ റെഡിയാക്കുന്നുണ്ട്. അതെന്താ മുകളിലെ റൂമിൽ പോയി കിടക്കുന്നത്, ഇവിടെയല്ലേ ബാലചന്ദ്രൻ്റെ റൂം, ഇവിടെയല്ലേ കിടക്കേണ്ടത്, ഇവിടെ കിടന്നാൽ മതി എന്ന് പറയുമ്പോൾ എനിക്കിനി മുകളിൽ താമസിച്ചാൽ മതി, ഞാനിനി ആ റൂമിലേക്കില്ല എന്ന് തന്നെ ബാലചന്ദ്രൻ പറയണം. അപ്പോൾ വൈജയന്തിക്ക് അതും കൂടി കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഹാലിളകുകയാണ്. അപ്പോൾ അങ്ങനെ മനു, ആൻറ്റി ഇപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കേണ്ട, അങ്കിളിന് ഒറ്റയ്ക്ക് കിടക്കാനാണ് താല്പര്യമെങ്കിൽ അങ്കിൾ അവിടെ മുകളിലെ റൂമിൽ പോയി കിടന്നോട്ടെ എന്ന് പറയുമ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, അച്ഛനെന്നാൽ എൻ്റെ റൂമിൽ കിടന്നോ, ഞാൻ മുകളിൽ പോയി കിടന്നോളാം, ചേച്ചിയുടെ കൂടെ കിടന്നോളാം എന്ന് പറയുമ്പോൾ അത് വേണ്ട, ഞാൻ മുകളിൽ ബബിതയുടെ റൂമിൽ ഞാൻ കിടന്നോളാം, ബബിത താഴെ വന്ന് കിടന്നോളാം, അല്ലെങ്കിൽ അവിടെ വേറൊരു റൂമുണ്ടല്ലോ ഞാൻ അവിടെ കിടന്നോളാം എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് താഴെ കിടക്കേണ്ട മുകളിൽ തന്നെ കിടന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അലീന പെട്ടെന്ന് പോയി റൂമൊക്കെ സെറ്റാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മനുവും അലീനയും കൃഷ്ണയും ഒക്കെ കൂടി ചേർന്നിട്ടാണ് മുകളിലെ റൂമിലേക്ക് കൊണ്ട് ചെല്ലുന്നത്. അങ്ങനെ മുകളിലെ റൂമിലേക്ക് മാറ്റിയതിന് ശേഷം ബാലചന്ദ്രനെ അവിടെ കിടത്തുകയാണ്. അപ്പോൾ അവിടെ കിടക്കുന്ന സമയത്ത് വൈജ വീണ്ടും ചെന്നിട്ട് ബാലചന്ദ്രനോട് സംസാരിക്കുന്നുണ്ട്, ഇവിടെ കിടക്കേണ്ട വല്ല ആവശ്യമുണ്ടോ, താഴെ കിടന്നാൽ പോലെ, താഴെയല്ലേ ബാലചന്ദ്രൻ്റെ റൂം എന്നൊക്കെ പറയുമ്പോൾ ദയവ് ചെയ്ത് എന്നെ ഇങ്ങോട്ടേക്ക് വന്ന് ശല്യപ്പെടുത്താൻ നിൽക്കരുത്, ഞാൻ താഴേക്കും വരുന്നില്ല, ഞാൻ മുകളിലും നീ താഴെയാണ്, ഞാൻ താഴെ വന്ന് നിന്നെ ശല്യപ്പെടുത്താനും വരുന്നില്ല, നീ മുകളിലേക്ക് കയറി വന്ന് എന്നെ ശല്യപ്പെടുത്താനും നിൽക്കണ്ട, എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, പിന്നെ ഇവിടെ അലീനയുണ്ടല്ലോ, അലീന നോക്കിയാൽ മതി, എൻ്റെ കാര്യങ്ങൾ വേറെ ആരും നോക്കണ്ട എന്ന് പറയണം. ഇതുകൂടി കേട്ടപ്പോൾ വൈജയന്തിക്ക് അങ്ങോട്ട് ഭ്രാന്ത് പിടിക്കട്ടോ. അലീന 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 ആരാ നിങ്ങളുടെ എന്നൊക്കെ ചോദിച്ച് ഒച്ചെടുക്കുമ്പം വല്ലാണ്ട് ഇവിടെ കിടന്ന് ഷൗട്ട് ചെയ്യാൻ നിൽക്കണ്ട, മക്കളുണ്ടെന്ന് ഞാൻ നോക്കൂല, ഞാൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതി എന്ന് നിനക്ക് തോന്നും, അതുകൊണ്ട് എന്നോട് കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ താഴേക്ക് ചെല്ലാൻ നോക്ക്, എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, എൻ്റെ മക്കളുണ്ട് ഇവിടെ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ, പിന്നെ അലീനയുണ്ട്, അവർ മതി എനിക്ക് എന്ന് പറയാണ്. അലീന എൻ്റെ മോള് തന്നെയാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കട്ടോ. അത് കേട്ടപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷം സങ്കടം എന്തൊക്കെയോ വരുന്നുണ്ട്. പെട്ടെന്ന് വൈജ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. വൈജയുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് ചെല്ലാൻ പറയണം. അപ്പോൾ കൃഷ്ണ ചെന്നിട്ടാണ് ബാലചന്ദ്രനെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നത് കേട്ടോ. അച്ഛൻ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നതൊക്കെ കണ്ടപ്പോൾ അപ്പോൾ വൈജ വന്നിട്ട് അലീനയോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാണ്, നീ ഒറ്റ ഒരുത്തിയാണ് ഈ കുടുംബം കലക്കിയത്, നീ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്, ഇനി ഒരിക്കലും നിന്നെ ഇവിടെ വെച്ച് പൊറിപ്പിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അവളെ അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റത്തില്ല എന്ന് ബാലചന്ദ്രൻ ആ റൂമിൽ കിടന്നുകൊണ്ട് പറയാണ്. അതെന്താ പറഞ്ഞു വിട്ടാൽ ഇവിടെ നിർത്താൻ പറ്റത്തില്ല, ഇവളെ ഞാൻ പറഞ്ഞു വിടും എന്ന് പറയുമ്പോൾ അവളെ പറഞ്ഞു വിട്ട് അവളുടെ കൂടെ ഞാനും പോകും എന്ന് പറയാണ്. ഇനി അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ പറ്റത്തില്ല, ഇത് എൻ്റെ വീടാണ്, ഈ വീട്ടിൽ എന്ത് വേണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്, അത് പറ്റാത്തവർക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാം എന്ന് ബാലചന്ദ്രൻ പറയും കേട്ടോ. അപ്പോൾ വൈജി ആകെ ഷോക്കായി പോവാണ്, നീയാണ് എല്ലാത്തിനും കാരണക്കാരി എന്ന് പറഞ്ഞുകൊണ്ട് അലീനയുടെ മുഖം നോക്കി ഒരു അടി കൊടുക്കുക കേട്ടോ വൈജയന്തി. അത് അലീനയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടവും എന്തൊക്കെയോ ആകെ ഫീലിംഗ് ഉണ്ട്. ബാലചന്ദ്രനെ ഇരിക്കുന്നോടത്തുനിന്ന് പെട്ടെന്ന് എഴുന്നേക്കാനായിട്ട് നോക്കുകയാണ്, എടി എന്നും പറഞ്ഞുകൊണ്ട് കേട്ടോ. വൈജയുടെ നേരെ അവിടെ കൃഷ്ണയാണ് അടക്കി ഇരുത്തുന്നത്, അച്ഛൻ ഇവിടെ ഇരിക്കി എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണയാണ് ബാലചന്ദ്രനെ അവിടെ ഇരുത്തുന്നത്. എന്നിട്ട് വൈജയാണെങ്കിൽ വീണ്ടും ഇങ്ങനെ അവളെ അടിക്കാനായിട്ട് കൈ വാങ്ങുമ്പോൾ, മാഡം ഇനി എന്നെ തൊട്ടു പോകരുത് എന്ന് പറയാണ് അലീന. ഞാൻ എന്ത് ചെയ്തിട്ടാണ് മാഡം എൻ്റെ നേരേക്ക് ഇങ്ങനെ ഷൗട്ട് ചെയ്യുമ്പോൾ എന്നെ തല്ലാനും നോക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം
നീ കാരണമാണ് ഈ കുടുംബം ഇല്ലാതായിപ്പോയത്. നീയാണ് എല്ലാത്തിനും മൂല കാരണം. അതുകൊണ്ട് ഈ കുടുംബം തകർന്നു പോയത് നീ വന്നതിന് ശേഷമാണ്. ഇത്രയും നാളും ഇങ്ങനൊരു പ്രശ്നമേ ഈ വീട്ടിൽ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയട്ടോ അലീന. ഞാൻ പോകാമെന്ന് പറഞ്ഞതല്ല മാഡം, എന്നെ പറഞ്ഞു വിടാത്തത് എൻ്റെ തെറ്റാണോ? ഈ വീട്ടിൽ നിന്ന് എനിക്കൊന്ന് പോയി കിട്ടിയാൽ മതി, നശിച്ച വീട്ടിൽ നിന്ന് എനിക്കൊന്ന് പോയി കിട്ടിയാൽ മതി. ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് സ്വപ്നം കണ്ട് ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്നത്. പക്ഷേ എനിക്കിനി ഇവിടെ നിൽക്കണ്ട, എനിക്ക് പോയി കിട്ടിയാൽ മതി. എന്നെ പറഞ്ഞു വിടാത്തത് എൻ്റെ തെറ്റാണോ? ഞാൻ പോകുക തന്നെ ചെയ്യും എന്നൊക്കെ പറയുമ്പം അപ്പോഴും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അലീന ഇവിടെ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല, ഈ വീട് എൻ്റെ വീടാണ്, അലീനയ്ക്ക് ശമ്പളം തരുന്നത് ഞാനാണ്, അതുകൊണ്ട് അലീന ഇവിടെ തന്നെ താമസിക്കും, അലീനയുടെ സേവനം ഈ വീട്ടിൽ തന്നെ വേണം എന്നിങ്ങനെ നിർബന്ധം പിടിക്കുകയാണ്. വൈജയന്തിക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് വൈജയന്തി പിന്നെ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. പുറകെ വാല് പോലെ രോഹിത്തും ബബിതയും കൂടി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനയാണെങ്കിൽ ആ കിട്ടിയ കവിളിൽ ഇങ്ങനെ കൈ വെച്ചുകൊണ്ട് ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ പിന്നീട് കൃഷ്ണയാണ് വന്നിട്ട് ചേച്ചിയോട്, ചേച്ചി സാരമല്ല ചേച്ചി, അമ്മയുടെ സ്വഭാവം ചേച്ചിക്ക് അറിയാവുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ബാലചന്ദ്രനെ പിന്നീട് കാണാനായിട്ട് നമ്മുടെ ഗംഗാധരനും മാലതിയും കൂടെ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ബാലചന്ദ്രനോട് ഇവർ സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ ഇവരോട് വളരെ ഗൗരവത്തോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത്. അത്ര താല്പര്യമില്ലാത്ത മട്ടിലാണ് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഭയങ്കര ദേഷ്യത്തിലും ഒക്കെയാണ്. അപ്പോൾ ഗംഗാധരൻ ഒരു മയപ്പെടുത്തി സംസാരിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ ഗംഗേട്ട എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല എന്നൊക്കെ പറയേണ്ട. ആ സമയത്ത് വൈജി അങ്ങോട്ട് വന്നിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജിയും കൂടി നിൽക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എനിക്കിനി കൂടുതലൊന്നും സംസാരിക്കാനില്ല ഗംഗേട്ട, ഞാനിവിടെ ഇനി മുകളിലാണ് താമസിക്കുന്നത്, വൈജിയുടെ കൂടെ ഇനി ജീവിക്കണോ ജീവിക്കേണ്ടതെന്നൊക്കെ ഉള്ളത് ഞാൻ പിന്നീട് ചിന്തിക്കുന്ന കാര്യമാണ് എന്നൊക്കെ പറയുമ്പോൾ വൈജി ഇങ്ങനെ ആകെ ഷോക്കായി പോവാണ്. എന്ത് ചെയ്തിട്ടാണ് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കാൻ എന്താ കാരണം എന്നൊക്കെ ചിന്തിക്കുക കേട്ടോ വൈജിയും. അപ്പോൾ മാലതി പറയുന്നുണ്ട്, ബാലചന്ദ്രൻ ഇങ്ങനെ വാശി പിടിക്കാതെ, നിൻ്റെ കുടുംബമല്ലേ, നിങ്ങളുടെ കുടുംബമല്ലേ ഇത്, ഈ കുടുംബം ഒരുമിച്ച് കൊണ്ടുപോകേണ്ടത് നിങ്ങളും കൂടിയിട്ടല്ലേ എന്ന് പറയുമ്പം എൻ്റെ മക്കളുടെ കാര്യമല്ലേ ഉദ്ദേശിച്ചത്, എൻ്റെ മക്കൾ അത്യാവശ്യം വളർന്നിട്ടുണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ ഒരുവിധം ചെയ്യാൻ അവർക്കറിയാം, പിന്നെ കുറച്ച് വിദ്യാഭ്യാസം കൂടി കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ലൈഫ് സെറ്റായിക്കോളും, അതുകൊണ്ട് അവരെക്കുറിച്ച് ഓർത്ത് ഇനി എനിക്ക് പേടിയൊന്നുമില്ല, എനിക്കിനിപ്പോൾ ആകെ നോക്കാനുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ എന്ന് പറയാട്ടോ. ബാലചന്ദ്രൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ മാലതി ചോദിക്കുമ്പോൾ എനിക്ക് ഇതിൽ കൂടുതലൊന്നും ഇനി സംസാരിക്കാനില്ല മാലതി ഏട്ടത്തി, നിങ്ങൾ ഇനി കൂടുതലൊന്നും സംസാരിക്കേണ്ട എന്നൊക്കെ പറയണം. അങ്ങനെ വൈജിയാണെങ്കിൽ അവിടെ ഇങ്ങനെ ദേഷ്യം അടക്കി പിടിച്ച് നിൽക്കുകയാണ്. കണ്ടോ ഏട്ടത്തി, ഇതാണ് സ്വഭാവം, ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് പോലും ഇഷ്ടമല്ല, അപ്പോൾ നിങ്ങൾ വന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, അല്ലെങ്കിൽ ഞാൻ ഈ റൂമിലേക്ക് കയറാൻ പോലും പാടില്ലെന്നാണ് പറഞ്ഞേക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ നീ വാ വൈജയെ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് മാലതി വൈജയും കൂട്ടിയിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ വൈജയും കൂട്ടിയിട്ട് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഗംഗാധരൻ ബാലചന്ദ്രനോട് സംസാരിക്കുന്നുണ്ട്. ബാലചന്ദ്ര, നിങ്ങൾ അവിടെ വന്നതും ഈ കാര്യങ്ങൾ അറിഞ്ഞതൊന്നും ഇതുവരെയും വൈജയോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഗംഗേട്ട, നിങ്ങൾക്ക് പറയുകയോ പറയാതിരിക്കുകയോ എന്തെങ്കിലും ചെയ്യാം, പക്ഷേ എൻ്റെ ഭാഗത്തു നിന്ന് തൽക്കാലം ഞാൻ അവളോടൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാനൊന്നും അറിഞ്ഞതായിട്ട് എന്താണെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പറയണോ വേണ്ടെന്നുള്ളത് ഞാൻ പിന്നീട് തീരുമാനിച്ചോളാം, തൽക്കാലം ഞാനിപ്പോൾ അതൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറയണം. അപ്പോൾ ഗംഗാധരൻ വീണ്ടും ഇങ്ങനെ സംസാരിക്കാൻ നിൽക്കുമ്പോൾ ഗംഗാട്ട പ്ലീസ്, എനിക്ക് റെസ്റ്റ് വേണം, എനിക്ക് ശരീരത്തിനും മനസ്സിനും ഒരുപോലെ റെസ്റ്റ് കിട്ടിയാലേ എൻ്റെ അസുഖം ഭേദമായി പെട്ടെന്നൊന്ന് റിക്കവർ ആവാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുകയാണ്. പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ എന്നുള്ള മട്ടിൽ ഗംഗാധരൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം. ആ സമയത്ത് മാലതിയും വൈജയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വൈജി നീ ഒന്ന് അടങ്ങ്, കുറച്ച് ക്ഷമയോടൊക്കെ ബാലചന്ദ്രനോട് സംസാരിക്കുക, എന്താണെങ്കിലും ഈ വെട്ടാൻ എന്താ പറയുക പുലിയെ പോലെ ഒന്ന് അങ്ങോട്ട് ചെല്ലാതെ കുത്താൻ നിൽക്കുന്ന പോത്തിൻ്റെ അടുത്തേക്ക് ഒരു പുലിയെ പോലെ അങ്ങോട്ട് പാഞ്ഞ് ചെന്നിട്ടുണ്ടെങ്കിൽ നീ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, കുറച്ച് ക്ഷമയോടെ പക്വമായിട്ട് കാര്യങ്ങളെ കാണേണ്ടേ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മാലത്തിയേട്ടത്തി ഞാൻ എന്ത് ചെയ്തിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, എൻ്റെ ലൈഫിൽ എനിക്ക് ഒരു കാലത്തിലും സ്വസ്ഥത കിട്ടിയിട്ടില്ല, ഇനിയും എനിക്ക് അങ്ങോട്ട് സ്വസ്ഥത ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വൈജിക്ക് ആകെ ഇമോഷണലാകുമ്പോൾ ഗംഗാധരനും അങ്ങോട്ടേക്ക് വന്നിട്ട് വൈജിയെ ആശ്വസിപ്പിക്കാനോ നോക്കുന്നത്. വൈജ ഒരു കാര്യം മനസ്സിലാക്ക്, നീ തൽക്കാലം ഒന്ന് ക്ഷമിക്കുക, ബാലചന്ദ്രൻ്റെ മനസ്സൊക്കെ ഒന്ന് അടങ്ങുന്നവരെ, അയാളുടെ മനസ്സൊരു കടൽ പോലെ പ്രക്ഷുബ്ധമായിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അതൊക്കെ ഒന്ന് അടങ്ങി അയാളൊന്ന് നോർമൽ ആവുന്നത് വരെ നീ ഒന്ന് ക്ഷമിക്കുക, അതിനുശേഷം നമുക്ക് വേണ്ടത് ആലോചിക്കാം, അയാളൊന്ന് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വന്നോട്ടെ, അതുവരെ നീ തൽക്കാലം അങ്ങോട്ടേക്ക് പോവണ്ട, ബാലചന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു പൊക്കോളും, നീ തൽക്കാലം കൂടുതൽ അന്വേഷിക്കാനും പറയാനൊന്നും പോവണ്ട, അങ്ങനെ അങ്ങോട്ട് പോവട്ടെ എന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഗംഗേട്ടെ ശരിയാവാ, ഞാൻ ബാലചന്ദ്രൻ്റെ ഭാര്യയല്ലേ, എനിക്കില്ലേ ചില കടമകളൊക്കെ എന്നൊക്കെ പറയുമ്പം
നിനക്ക് തന്നെയാണ് കടമകളുള്ളത്. പക്ഷേ തൽക്കാലം ബാലചന്ദ്രൻ അതിന് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അയാൾക്ക് നിന്നിൽ നിന്ന് കുറച്ച് അകലം വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ അകലം എന്താണെങ്കിലും നല്ലതല്ലേ, ഒന്ന് കൂടുതൽ അടുക്കാനായിരിക്കാം ഒരു പക്ഷേ എന്നൊക്കെ പറയണം. നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് വൈജ. ഞങ്ങളുടെ മനസ്സിൽ തൽക്കാലം ഒന്നുമില്ല, നിങ്ങൾ കുടുംബമായിട്ട് സന്തോഷമായിട്ടിരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അതിലൊരു വിള്ളൽ വരാനൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയണം ഗംഗാധരൻ. എനിക്കറിയത്തില്ല ഇത് ഇങ്ങനെ എത്ര നാൾ മുന്നോട്ട് പോകുമെന്ന്. ബാലചന്ദ്രൻ്റെ സ്വഭാവം ഇതാണെങ്കിൽ എന്തൊക്കെ ഈ വീട്ടിൽ സംഭവിക്കാൻ പോകുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല എന്നൊക്കെ പറയാണ് വൈജ. അതുപോലെ മുത്തശ്ശിയും അലീനയും ഒക്കെ ആകെ വിഷമിച്ച് ഇരിക്കട്ടോ. ഇവിടെ ബാലചന്ദ്രനും മാഡവും തമ്മിലുള്ള എന്താ പ്രശ്നമെന്ന് അലീനയ്ക്ക് മനസ്സിലാവുന്നില്ല. അവർ തമ്മിൽ എന്തൊക്കെയോ സീരിയസ് ആയിട്ട് പ്രശ്നമുണ്ടെന്ന് മനസ്സിലാവുന്നു, പക്ഷെ എന്താണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാവുന്നില്ല. അങ്ങനെ പിന്നീടാണ് ബാലചന്ദ്രൻ അലീനയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കേട്ടോ. ഞാൻ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അലീനയോട് പറയുന്ന സീനുകളൊക്കെയാണ് ഇനി വരാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ സ്റ്റോറി ഞാൻ മുൻപേ പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും ഇനി അതിൻ്റെയൊക്കെ ആ സ്റ്റോറി വരുന്ന സമയമാകുമ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റോറി ഒന്നുകൂടി പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നെക്സ്റ്റ് വീക്കിൽ സംഭവിക്കുന്ന സ്റ്റോറി കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.